അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നരിവേട്ട, ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ പ്രിൻസ് ആൻഡ് ഫാമിലി, പടക്കളം, ഇന്നലെ റിലീഫായ മൂൺ വാക്ക് എന്നീ ചിത്രങ്ങളുടെ കളക്ഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. പൊതുവെ മികച്ച രീതി പ്രതികരണമായിട്ട് മുന്നേറുന്ന ചിത്രമാണ് നരിവേട്ട എന്ന ചിത്രം. സുരാജ് വെഞ്ഞാറമ്മൂടും തമിഴ് നടൻ ചേരനും നമ്മുടെ ടോവിനോയുടെ കരിയറിലെ തന്നെ മികച്ചൊരു കഥാപാത്രം ഓക്കുകയായിട്ട് പ്രദർശനം തുടരുന്ന, പ്രേക്ഷക പ്രീതി നേടി പ്രദർശനം തുടരുന്ന ചിത്രമാണ് നരിവേട്ട. നരിവേട്ട ഇന്നലെ 81 ലക്ഷം രൂപയാണ് നരിവേട്ട കളക്ഷനായിട്ട് നേടിയത്. അങ്ങനെ 10,71,00,000 നരിവേട്ടയുടെ കളക്ഷൻ എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്ന 11,40,00,000 ഓവർസീസ് കളക്ഷൻ 7,60,00,000. അങ്ങനെ 19 കോടിയിലേക്ക് എത്തി നിൽക്കുന്നു ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. ഇന്ന് ഒരു 90 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ ചിത്രം ഇന്നുകൊണ്ട് 20 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വേൾഡ് വൈഡായിട്ട് നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആക്ഷൻ വർധനവും ഒക്കെ നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം നാളെ ഞായറാഴ്ചയാണ്. നാളെ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ ഈ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഒരു പക്ഷേ 1.5 കോടിക്ക് മുകളിലുള്ള തുക തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയാണ്. പ്രകൃതി ചതിച്ചില്ലെങ്കിൽ, മഴ ചതിച്ചില്ലെങ്കിൽ നരിവേട്ട മികച്ച കളക്ഷനുമായിട്ട് നാളെ മുന്നേറും എന്ന വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മഴയൊന്നുമില്ലെങ്കിൽ, കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ ഇതിലും വലിയ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ചിത്രം തന്നെയായിരുന്നു നരിവേട്ട. ഒരു 25 കോടിക്ക് മുകളിലെങ്കിലും ഇപ്പം കളക്ട് ചെയ്യേണ്ട സാഹചര്യമാണ്. ഈ ഞായറാഴ്ച കഴിയുമ്പോൾ ഏകദേശം 30 കോടിയെങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി വന്നതുകൊണ്ട് നരിവേട്ടയ്ക്ക് പ്രതികൂലമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റ് ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ചിത്രം മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും ഒക്കെയാണ് ചിത്രത്തിന് കാണിക്കുന്നത്. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ ഇന്നലെ 8ാമത്തെ ദിവസമായി ഇന്നലെ 35 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 3,94,00,000 ഈ ചിത്രം എത്തുന്നു. വേൾഡ് വൈഡായിട്ട് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 4,41,00,000. ഈ ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 5.5 കോടിയെങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു ചിത്രം വളരെ നാളിന് ശേഷം തിയേറ്ററിൽ ഇങ്ങനെ 2ാമത്തെ ആഴ്ചയിലും ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്ഭുതമായിരിക്കുന്നു അല്ലേ? അപ്പം ധ്യാനിൻ്റെ കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഈ ചിത്രം മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. മറ്റൊരു ചിത്രമായിരുന്നു ദിലീപിൻ്റെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഒരു മികച്ച വിജയമായി മാറിയ ചിത്രമാണ്. ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഈ ചിത്രം ദിലീപിൻ്റെ തന്നെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ ഉറപ്പായിട്ട് പറയാവുന്ന ചിത്രം തന്നെയാണ്. വളരെ നാളിന് ശേഷമാണ് ദിലീപിൻ്റെ ചിത്രം തിയേറ്ററിൽ ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഓടുന്നത്. അപ്പം മഴയൊന്നും പ്രിൻസിനൊരു പ്രശ്നമായി കാണുന്നില്ല. 22ാമത്തെ ദിവസം ഈ ചിത്രം കളക്ട് ചെയ്തേക്കുന്നത് 28 ലക്ഷം രൂപയാണ്. അങ്ങനെ 15 കോടിയിലേക്ക് ഈ ചിത്രം കേരളത്തിൽ കളക്ഷൻ എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 23,56,00,000 രൂപയാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 16,94,00,000. ഓവർസീസ് കളക്ഷനായിട്ട് 6,62,00,000 കാണിക്കുന്ന ഈ ചിത്രം ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 23,56,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞായറാഴ്ച കഴിയുമ്പോൾ ഈ ചിത്രം 25 കോടി എത്തുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രം വരും ദിവസങ്ങളിലും മികച്ച കളക്ഷൻ നേടി മുന്നേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. മറ്റൊരു ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം. പടക്കളം 23ാമത്തെ ദിവസമാണ്. 23ാമത്തെ ദിവസം ഇന്നലെ ഇത് കളക്ട് ചെയ്തത് 23 ലക്ഷം രൂപയാണ്. 23ാമത്തെ ദിവസം 23 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 12 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് ഇതിൻ്റെ ഓവർസീസ് കളക്ഷൻ കൃത്യമായിട്ട് വന്നിട്ടില്ല. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 16,62,00,000 രൂപയാണ്.
അപ്പം ഈ ചിത്രവും മികച്ച രീതിയിൽ തന്നെ ഇപ്പം മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചിത്രമാണ് മൂൺ വാക്ക് എന്ന ചിത്രം. മൂൺ വാക്ക് ഇന്നലെ കളക്ട് ചെയ്തത് വെറും 18 ലക്ഷം രൂപയാണ്. അങ്ങനെ മികച്ച അഭിപ്രായം നേടിയ മൂൺ വാക്ക് എന്ന ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയും എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ.